വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ സനി. അപ്പം നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ ചോലയൊക്കെ ഇടും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നപ്പോൾ ഞാൻ വേനൽക്കാലത്തൊക്കെ വന്നത്, പക്ഷെ മഴക്കാലത്ത് ഞാൻ ആദ്യമായിട്ടല്ല കുറേ വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് വരികയാണ്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ എന്താ പറയുക ചോലയിലാണ്. ഇതാണ് ചോല. എന്താ പറയുക, പണ്ട് ഇത് ബോയ്സിൻ്റെ ചോലയെന്ന്, ഇപ്പോൾ ഇത് ഗേൾസല്ല, ഇപ്പോൾ ആരുമില്ല. പക്ഷെ ഇപ്പോൾ ഭയങ്കര രസം. കാരണം വെള്ളമായിട്ട് ഞാൻ കുറേ കാലങ്ങൾക്ക് ശേഷം കാണുന്നുണ്ട്. ഭയങ്കര രസം വെച്ചാൽ ഒരു ഉള്ളിനുള്ളിലൊരു കുളിർമ എന്നൊക്കെ പറയില്ലേ, ഞാൻ കാണിച്ചതരേ. പണ്ടത്തെ ഓർമ്മ ഇല്ല, കാരണം പണ്ടൊക്കെ അച്ഛൻ്റെ കൂടെ കുളിക്കാൻ വരുമ്പോഴുള്ളൊരു വൈബാണ്. ഇത് ഭയങ്കര കാട് മൂടി കിടന്നു കേട്ടോ. പക്ഷെ നമ്മുടെ നാട്ടിലെ കുറേ ഏട്ടന്മാർ നമ്മുടെ കലിബ്രോ ടീംസൊക്കെ വന്നിട്ട് സെറ്റാക്കിയതാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ. ഓ മൈ ഗോഡ്. പക്ഷെ ഇപ്പോഴേക്ക് ആരും കുളിക്കാനൊന്നും വരില്ല, പക്ഷേ കാണാൻ രസം. നമ്മളെ പ്രകൃതിനെ വേണ്ടി നമ്മൾ അശ്വിനി അവിടുത്തെ ഗേൾസിൻ്റെ ചോല കാണാൻ പോയതാണ്. ഗൈസ്, നമുക്ക് ഈ ചോളയൊക്കെ ജസ്റ്റ് ഒന്ന് വെറുതെ അറിഞ്ഞു നോക്കട്ടോ. നല്ല പ്രാർത്ഥിച്ചിറങ്ങും, കാരണം വെള്ളിയാഴ്ച നട്ടു വെച്ച നേരെയാണ്. എന്തൊക്കെയുണ്ടാവും അറിയില്ല. ഓ മൈ ഗോഡ്. ഓ നല്ല തെളിഞ്ഞ തണുത്ത വെള്ളടേ. ഗൈസ്, ഇത് നമ്മുടെ ചോലയിൽ നിന്ന് ഒലിച്ചു വരുന്ന വെള്ളമാണ്. ഇത് നേരെ പോണത് ഇങ്ങനെ നേരെ പോയിട്ട് റോഡിൽ ഇങ്ങനെ ഒഴുകി പോകണം. ഐ മീൻ എന്താ പറയുക, മിക്ക താഴത്തേക്കുള്ള എല്ലാ തോടിൻ്റെയും ഉറവ് ഇതാണെന്ന് തോന്നുന്നു. നമുക്കിനി ഗേൾസിൻ്റെ തോട് കാണാം, ചോല കാണാൻ പോവേ. இந்த ചോലയിൽ നിന്ന് വരുന്ന വെള്ളമാണ്. ഗേൾസിൻ്റെ എല്ലാം പണ്ട് ഗേൾസ് കുളിച്ചിരുന്ന ചോലയത്തെ വെള്ളമാണ് ഇതൊക്കെ. അയ്യോ, ഗേൾസിൻ്റെ നിറഞ്ഞ പക്ഷെ പുല്ലുകൊണ്ട് കാണാൻ പറ്റുന്നു. ഗൈസ്, ഗേൾസിൻ്റെ ചോലയിൽ വെള്ളം അത്യാവശ്യം നല്ലൊക്കെ ഉണ്ട്, പക്ഷെ പുല്ല് കാരണം ഒന്നും കാണാൻ പറ്റില്ല. ഓ, നമ്മൾ ഈ മാട്ടാങ്കാടിൻ്റെ കുറേ ആ ഏരിയാസൊക്കെ എന്താ പറയുക, കുറേയൊക്കെ തന്നെ ആൾക്കാരെ വാങ്ങിച്ചിട്ട് വീടും സ്ഥലമൊക്കെ വെച്ച് തുടങ്ങി. ഇനി കുറച്ച് ഈ ചോല നിൽക്കണ കുറച്ച് ഏരിയസ് മാത്രമേ ഉള്ളൂ അവശേഷിക്കുന്നതായിട്ടാ. മോളിൽ എവിടെ നിന്നാണ് വെള്ളം ഒലിച്ചു വരുന്നത്, പക്ഷെ അതിൻ്റെ സോഴ്സ് നമുക്ക് അറിയില്ല. അടുത്ത് കാണാം. റെയറായിട്ട് കാണാൻ പറ്റിയ സംഭവം ഇന്നുകായ. ഇത് ഉണക്കി പൊടിച്ചിട്ട് പുട്ടുണ്ടാക്കൂലേ, ഇന്ത് പുട്ട്. ഇതാണ് നമ്മുടെ നന്നാറി. ഇതിന്റെ പേര് ഉപയോഗിച്ച് നന്നാറി സർവത്തൊക്കെ ഉണ്ടാക്കല് അല്ലേ? യെസ്. ഇവിടെ അങ്ങനെ കുറേ നന്നാരികളുണ്ട് ഗൈസ്. ഇത് നമ്മുടെ ചോളയിൽ ആദ്യം ഞാൻ ജസ്റ്റ് മിസ്സർ. നമ്മൾ ജസ്റ്റ് അവിടെ നിന്നാണ് ഇറങ്ങിയിട്ടുള്ളൂ. അപ്പോഴേക്കും ബാങ്ക് കൊടുത്ത് അവിടെ കൂട്ടത്തോടെ കുറുക്കന്മാർ കരയുണ്ട്. പക്ഷെ നമ്മൾ കുറച്ചും കൂടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ആ കരച്ചിനോട് കാണാൻ. നമ്മൾ ഫേമസ് ആണ് ഓണത്തിന് പോകാൻ.